നമസ്കാരം. നമ്മുടെയൊക്കെ അമ്മുമ്മയേക്കാൾ പ്രായമുള്ള ഒരു സുന്ദരി, പേരുകൊണ്ടും പെരുമ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഒരു നിത്യയുവതിയായി ഇന്നും നമ്മോടൊപ്പം ഉണ്ടെന്നാണ് ഒരു ശാസ്ത്ര സത്യമാണ്. കാലം ഇത്ര കഴിഞ്ഞിട്ടും പേരിൽ മോൾ അവർക്കൊരിക്കലും അംഗഭംഗിയായിട്ടില്ല. ഭയപ്പെടുത്തിയവരെ ഭയപ്പെടുത്തിയും രക്ഷിക്കേണ്ടവരെ ഓടിയെത്തി കൈപിടിച്ച് കയറ്റിയും അവൾ തന്റെ ജീവിത ലക്ഷ്യം തുടർന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ച പോലെ ചന്ദ്രയായി മാറിയ നീലിയുടെ കഥയല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പാരസെറ്റമോൾ എന്ന ഭൂലോക സുന്ദരിയെ പറ്റിയാണ്. 1.5 നൂറ്റാണ്ട് മുമ്പ് കണ്ടെത്തിയ ഒരു മോഡേൺ മെഡിസിൻ മരുന്ന് ഇന്നും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനത്രയും ഗുണവും സുരക്ഷിതത്വവും ഉള്ളത് കൊണ്ടാണ്. ശേഷം കണ്ടുപിടിക്കപ്പെട്ട എത്രയോ മരുന്നുകൾ ചരിത്രത്തിന്റെ ഭിത്തിയിൽ പടമായി മാലയിട്ട് ഇരിക്കുന്നു എന്നുകൂടി ഓർക്കുമ്പോഴാണ് പാരസെറ്റമോളുടെ പ്രധാനം മനസ്സിലാക്കുന്നത്. 1877 ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ഹാർമോൺ നോർത്രോപ്പ് മോസിന് പറ്റിയ ചെറിയൊരു കയ്യബദ്ധമാണ് പാരസെറ്റമോളിന്റെ ജനനത്തിന് പിന്നിൽ. ആഗ്രഹിക്കാതെ ജനിച്ച കുഞ്ഞുങ്ങളുടെ ബാല്യം സ്വാഭാവികമായും അവഗണനയുടേതായിരുന്നു. അങ്ങനെ അതും അവഗണിക്കപ്പെട്ടു. എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാൻ പോലും ആർക്കും താല്പര്യമില്ല. അതിനിടയിൽ 1880 ജർമ്മൻ രസതന്ത്രജ്ഞനായ അർണോൾഡ് കഹനും പോൾ ഹെപ്പും ഒരു വിരശല്യ മരുന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവർക്ക് ഒരു രോഗിക്ക് നാഫ്തലിൻ എന്ന മരുന്ന് നൽകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അബദ്ധവശാൽ മറ്റൊരു രസതന്ത്രജ്ഞൻ അസെറ്റാനിലിഡ് എന്ന രാസവസ്തു കൊടുത്തു. രോഗിക്ക് ഈ മരുന്ന് നൽകിയ ശേഷം അവർക്ക് ആശ്ചര്യമുണ്ടാകുന്ന ഒരു കാര്യം മനസ്സിലായി. വിരശല്യം മാറിയില്ലെങ്കിലും രോഗിയുടെ പനി കുറയുകയും വേദന ഇല്ലാതാവുകയും ചെയ്തു. ഇങ്ങനെയാണ് ആകസ്മികമായി ആസെറ്റോഡിൽ ഒരു പനിവേദന സംഹാരിയായി പ്രവർത്തിക്കുമെന്ന് അവർ മനസ്സിലായത്. പക്ഷേ ആസെറ്റനിലിഡ് എന്ന രാസവസ്തുവിന് ഗുരുതരമായി പാർശ്വഫലങ്ങളുണ്ടെന്ന് പിന്നീട് കണ്ടെത്തുകയും സുരക്ഷിതമായ ഒരു മരുന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 1887 ജോസഫ് ബോൺ മേരിങ് എന്ന ശാസ്ത്രജ്ഞൻ പെരാസെറ്റിൽ എന്ന മരുന്ന് നിർമ്മിച്ചു. ഇത് അസെറ്റാനിലിഡിനേക്കാൾ സുരക്ഷിതമായിരുന്നു. എന്നാൽ പിന്നീട് ഫെനാസെറ്റിനും ദോഷകരമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ മാത്രമാണ് അസെറ്റോനിലിന്റെ അകന്ന ബന്ധുവായ പാരസെറ്റമോളിനെ പറ്റി അവർ ആലോചിക്കുന്നത്. എന്നാൽ ഒരു പഠനമാവാമെന്ന് മെറിങ് തീരുമാനിച്ചു. അന്ന് വേദന സംഹാരി എന്ന പേരിൽ ഫേമസ് ആയിരുന്ന ഫിനാസെറ്റിനോട് പാരസെറ്റമോളിനെ താരതമ്യപ്പെടുത്തിയായിരുന്നു പഠനം. 6 വർഷം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ 1893 മെറിങ് തന്റെ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. രക്തത്തിലെ ഹീമോഗ്ലോബിനെ ഹീമോഗ്ലോബിൻ എന്ന ദോഷകരമായ പ്രോട്ടീനാക്കി മാറ്റാൻ പാരസെറ്റമോളിന് കഴിഞ്ഞുവെന്നാണ് പഠന റിപ്പോർട്ട്. ഇങ്ങനെയുള്ള പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് അദ്ദേഹം ഫാൻസിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. കൂടുതൽ ലൈക്ക് കിട്ടിയ ഫെനാസെറ്റിൻ തന്നെ ജയിക്കുകയും ചെയ്തു. അവരെല്ലാം ചേർത്ത് പാരസെറ്റമോളുടെ നെറ്റിയിൽ ഒരാണി അടിച്ച് വൈദ്യശാലയുടെ ഒരു മൂലയിൽ തളച്ചു. എന്നാൽ അത് തെറ്റായ ഒരു പഠനമായിരുന്നുവെന്ന് കാലം തന്നെ തെളിയിച്ചു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 1948 പാരസെറ്റമോളുടെ നെറ്റിയിലെ ആ ആണി മറ്റൊരാൾ ഊരുന്നത്. 1948 അമേരിക്കയിലെ ഗവേഷകരായ ബെർണാഡ് ബ്രോഡിയും ജൂലിയസ് ആക്സോഡും ഫെനാസിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഓർക്കണം, അപ്പോഴും ഫെനാസിറ്റിനാണ് ലൈക്ക് കൂടുതൽ. മനുഷ്യ ശരീരത്തിൽ ഫെനാസിറ്റിൽ മെറ്റബോളിസ് ചെയ്യുമ്പോൾ പാരസെറ്റമോളായി മാറുന്നുവെന്നും ഈ പാരസെറ്റമോളാണ് യഥാർത്ഥത്തിൽ വേദനയും പനിയും കുറയ്ക്കാൻ സഹായിക്കുന്നതെന്നും അവർ കണ്ടെത്തി. അതുകൂടാതെ ഫെനാസെറ്റിന്റെ പാർശ്വഫലങ്ങൾ പാരസെറ്റമോളിന് ഇല്ല എന്നും അവർ മനസ്സിലാക്കി. പാരസെറ്റമോൾ ആരെയും മെഥ്ഹീനോഗ്ലോബിൻ ആക്കുന്നില്ല എന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. ഈ കണ്ടെത്തൽ പാരസെറ്റമോളിന്റെ പുനർജന്മമായിരുന്നു. 1953 അമേരിക്കയിൽ സ്റ്റെർലിംഗ് ഡ്രഗ് ഇങ്ക് കമ്പനി പാരസെറ്റമോൾ അടിസ്ഥാനമാക്കിയുള്ള ടെലനോൾ എന്ന മരുന്ന് പുറത്തിറക്കി. തുടർന്ന് 1956 UK പനഡോൾ എന്ന പേരിൽ പാരസെറ്റമോൾ ലഭ്യമായി തുടങ്ങി. പിന്നീട് അവൾ വിശ്വപ്രസിദ്ധിയായതിന് കാലം സാക്ഷിയായി. പിന്നെയും പലരും പല ആണികളും കൊണ്ടുവന്ന് അവളെ തളയ്ക്കാൻ വിഫലമായ ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ ഇന്നും അവൾ തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. 1959 മുതൽ ഓവർ ദി കൗണ്ടറായി മരുന്ന് ലഭ്യമാണ്. പനി, തലവേദന, ശരീരവേദന, കൈകാൽ കഴുപ്പൊക്കെ മാറാൻ അവൾ സഹായിയായി. പക്ഷെ ഉറങ്ങാനൊന്നും സഹായിക്കില്ല. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, ഏത് സുന്ദരിയാണ് നിങ്ങളെ ഉറങ്ങാൻ വിടുന്നത്? എന്നാലും സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ ഉപദ്രവിക്കും. സൂക്ഷിക്കാത്തവർക്ക് ഗുരുതരമായ കരൾ രോഗങ്ങളും മരണം വരെ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് അധികമായാൽ മാത്രമാണ് ഇങ്ങനത്തെ രോഗം ഉണ്ടാവുക എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.